ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ കപ്പയുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമാണ്. കപ്പയും തേങ്ങയും തേങ്ങാപ്പാലും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്വീറ്റ് നോക്കാം. ഞാനിവിടെ ഒരു പീസ് കപ്പ ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായി ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് 2 കപ്പ് അളവുണ്ട് കേട്ടോ. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അളന്നെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബദാമും പിസ്തയും ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ, വേറൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഓയിലോ അല്ലെങ്കിൽ നമുക്ക് നെയ്യോ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം കൈ പൊള്ളാതെ വെച്ച് കൊടുക്കാം. ഈ ഒരു ബൗളും നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലേറ്റ് വെച്ചോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അത് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കറക്റ്റ് ഒരു 20 to 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ വെച്ച് പലതരം റെസിപ്പി ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ബൗളിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കരുത് കേട്ടോ. ചൂടോട് കൂടി തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൗളിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരൻ്റെ പകരം മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ഇത് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ പറയേണ്ടില്ല, തേങ്ങയും നട്ട്സൊക്കെ അല്ലേ ചേർത്തിരിക്കുന്നത്, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. Thank you.